പ്രിയപ്പെട്ട മോമിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ഖബറടക്കാൻ സ്ഥലമില്ല പോലും. ഒരു പിഞ്ചു കുഞ്ഞിന്റെ മയ്യത്ത് ഖബറടക്കാൻ സ്ഥലമില്ല. സുബ്ഹാനല്ലാഹ്. മയ്യത്ത് ഖബറടക്കാൻ വേണ്ടി തർക്കം, അതും ഒരു പിഞ്ചു കുഞ്ഞിന്റെ മയ്യത്ത്. മയ്യത്തിനോട് കാണിക്കുന്ന ഒരു ആദരവ് പോലും കാണിച്ചില്ലല്ലോ. എന്തോ ആയിക്കോട്ടെ, അതൊരു മരിച്ച മയ്യത്തല്ലേ. മയ്യത്തിനോട് കാണിക്കുന്ന ഒരു ആദരവില്ലേ. സംഭവം, അതിഥി തൊഴിലാളിയുടെ മകന്റെ മൃതദേഹം ഖബറടക്കാൻ അനുവദിച്ചില്ല. മലപ്പുറം മുത്തുവത്ത് പറമ്പിൽ വിവാദം. ഖബറടക്കുന്നതിന് വേണ്ടി തർക്കം. സുബ്ഹാനല്ലാഹ്. ആ കൊറോണ കാലമൊക്കെ മറന്നുപോയി. അന്നൊന്നും ഒരു പള്ളി കമ്മിറ്റിക്കാരും പിരിവും ഒന്നും ഉണ്ടായിട്ടില്ല. പടച്ചവന്റെ കുതിരത്ത് കാണിക്കാൻ അധിക സമയമൊന്നും വേണ്ട. മലപ്പുറത്താണ് സംഭവം. അതിഥി തൊഴിലാളികളുടെ മകന്റെ മൃതദേഹം ഖബറടക്കാൻ മഹല്ല് കമ്മിറ്റി അനുവദിച്ചില്ലെന്ന് ആക്ഷേപം. ഹാജിയാർ പള്ളി മുതുവത്ത് പറമ്പിലാണ് സംഭവം. കാരത്തോട് ഇൻകൽ വ്യവസായ സിറ്റിയിലെ ജലസംഭരണിയിൽ വീണ് മരിച്ച കാരത്തോട് GMLP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ റിയാജ് മൊല്ല എന്ന 8 വയസ്സുകാരന്റെ ഖബറടക്കത്തെ ചൊല്ലിയാണ് വിവാദങ്ങൾ. ഇൻഗിലിലെ ഓളോ ബിക്സ് നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരനായ മിറാജുൽ മൊല്ല എന്ന അതിഥി തൊഴിലാളിയുടെ മകനാണ് മരിച്ച റിയാജ്. ഇവരുടെ മയ്യത്ത് ഖബറടക്കാൻ പക്ഷേ മുത്തുവത്ത് പറമ്പിലെ മസ്ജിദ് നൂർ കമ്മിറ്റി ഭാരവാഹികൾ അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഖബറടക്കം ചെയ്യുന്നതിന് കമ്മിറ്റിക്ക് ഒരു എതിർപ്പുമില്ല. വരിസംഖ്യ അടക്കുന്നവർക്ക് മാത്രമേ ഖബർസ്ഥാനമുള്ളൂ. അതാണ് സംഭവം എന്നതൊരു നിയമമാണെന്ന് ഭാരവാഹികൾ പറയുന്നു. ഖബറടക്കം നിശ്ചയിച്ച സമയത്തിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് കമ്മിറ്റിയുടെ നിസ്സഹായതയുടെ വിവരം അറിയിച്ചതത്രേ. ഈ അതിഥി തൊഴിലാളിയുടെ തൊഴിലുടമയായ നാട്ടുകാർ പള്ളിക്ക് വരിസംഖ്യ നൽകുന്നില്ല എന്നാണ് ഇതിന്റെ കാരണമെന്നാണ് പറയുന്നത്. കാരണം ഏതായാലും ഇതേ ചൊല്ലി നാട്ടിൽ വലിയ വിവാദങ്ങൾ ഉയർന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും ഈ വിഷയം പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹല്ല് കമ്മിറ്റിക്കാരുടെ ധാർഷ്ട്യമാണെന്ന്, നാടിന് നാണക്കേടാണെന്നും നാട്ടുകാർ പറയുന്നു. അറിയാതിരിക്കോ? ഒരു മയ്യത്ത് വെച്ചല്ലേ കളിക്കുന്നേ. അതേസമയം ഖബറടക്കം ചെയ്യുന്നതിന് കമ്മിറ്റിക്കാർക്ക് എതിർപ്പില്ലെന്നും പറയുന്നു. പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ മാത്രമായി ഒരു തീരുമാനം മാറ്റിയെടുക്കാനാവില്ല എന്നും. മനുഷ്യരായി പിറന്നവരാരുമില്ല എന്നർത്ഥം. 15ഓളം വരുന്ന അംഗങ്ങളുടെ എല്ലാം അഭിപ്രായത്തിനനുസരിച്ച് ഒരു പൊതു തീരുമാനം എടുക്കാൻ കഴിയുമെന്നായിരുന്നു മഹല്ല് കമ്മിറ്റിക്കാരുടെ പ്രതികരണം. ഖബറടക്കത്തെ ചൊല്ലി ഒരു ഭാഗത്ത് തർക്കങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സമീപ സ്ഥലത്തായ പെരുമ്പറമ്പ് ജുമാ മസ്ജിദിൽ ഖബറടക്കി. മാഷാ അല്ലാഹ്. വിദ്യാർത്ഥി പഠിച്ചിരുന്ന കാരത്തോട് GLP സ്കൂളിലെ അല്പസമയം പൊതുദർശനത്തിന് വെച്ച ശേഷമായിരുന്നു ഖബറടക്കം ചെയ്തത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുബ്ഹാനല്ലാഹ്. ഒരു മയ്യത്തിനെ കൊണ്ടുള്ള കളിയെ. നമുക്കൊന്നും കിട്ടിയതും പഠിച്ചതൊന്നും മതിയായിട്ടില്ല. അതാ പടച്ചറബ് കുഞ്ഞിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ, സ്വർഗത്തിലെ വെളിച്ചം ആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ, റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ പടച്ചറബ്. മഹഫിറത്തും മറഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും റബ്ബ് കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യുക. മരിച്ച മയ്യത്താണ്. ഫാത്തിയും യാസീനും ഓതി ഹദിയ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.